ഹലോ, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ ക്രോഷ്യ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ. ഈ പൂവിൽ നമ്മൾ തയ്ച്ചേക്കുന്ന മൊത്തം ആ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടത് പഠിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി സ്റ്റിച്ചുകളൊക്കെ ഇട്ട് നമുക്കും ഓരോ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുൾ ആ വർക്കാണ്, കൂടുതലും ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കട്ടിയുള്ള നൂലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അക്രിലിക് വൂളാണ്, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ നീഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കത്രിക, നമ്മുടെ പേപ്പർ ക്ലിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ 3.25 mm ആണ് കേട്ടോ നീഡിൽ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാ സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇടുന്നത് മാജിക് റിങ്ങിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിലൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെയൊന്നും ഇടേണ്ട ഒരു ആവശ്യകതയും ഇല്ല. പിന്നെ നമ്മളൊരു വീഡിയോ ഒക്കെ കാണിക്കുമല്ലേ, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം. സാധാരണ ഒരു ചെയിൻ ഇട്ടാൽ മതിയാകും. ഈ ചെയിൻ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെയിൻ ഇട്ടാലാണ് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെയിനുകൾ അവിടെ ഇട്ട് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് ചെയിൻ വലിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ നൂലിൻ്റെ ടെൻഷനും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതൊക്കെ കേട്ടോ. നമ്മുടെ ആ ചെയിൻ്റെ സ്പേസ് ഓരോ വി പോലെ വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോഴും ശ്രദ്ധിച്ച് നോക്കുക, ഓരോന്നും കൃത്യമായിട്ട് ആ സ്റ്റിച്ചുകൾ തമ്മിലുള്ള അകലവും കൃത്യമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റ് നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നൂല് സ്പ്ലിറ്റ് ആവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ തുടക്കക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാകും, നൂല് സ്പ്ലിറ്റ് ആകും. അപ്പം ആ സെയിം സൈസിലുള്ള, ആ നൂലിൽ പറഞ്ഞിരിക്കുന്ന സൈസിനുള്ള നീഡിലെടുക്കുക. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഈ തടിയൻ നൂല് വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് പഠിക്കുമ്പോൾ ഒരു തവണയാണ് അല്ലെങ്കിൽ ആ നൂല് നമ്മൾ ആ നീഡിലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരു തവണ ചുറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഒരു ചെയിൻ വിട്ടുകളഞ്ഞു കേട്ടോ. ഇടയ്ക്കത്തെ ഒരു ചെയിൻ ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ രണ്ടാമത്തെ ചെയിനിലേക്ക് എടുത്തിട്ട് ഞാൻ ആ നൂല് ഉപയോഗിച്ചിട്ട് കോർത്ത് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നൂലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടെയൊക്കെ അഴിച്ചു പണിയേണ്ടതൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. ഒന്നുകൂടെ നമ്മളത് വലിച്ചെടുക്കുക. അപ്പോൾ നോക്കിയേ, എൻ്റെ സൂചിയിൽ ഇപ്പോൾ ഇതായി 3 ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. 3 ലൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ എന്നുള്ള പേര് പോലെ തന്നെ 2 എണ്ണമാണ് നമ്മൾ കോർത്ത് വലിക്കുന്നത്. ആദ്യത്തെ നമ്മൾ നൂല് വലിച്ചെടുക്കുമ്പോൾ 2 എണ്ണം കോർത്തെടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ വലിക്കുമ്പോഴും 2 എണ്ണം കോർത്തെടുക്കും. അതുകൊണ്ടാണ് അതിന് ഡബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. 2 എണ്ണമാണ് നമ്മൾ കോർത്ത് വലിക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ച് കണ്ടോ, അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു ഭംഗിയും കണ്ടോ. നമുക്ക് അത്രയും ചില സ്റ്റിച്ചുകളൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല പൊക്കമുള്ള സ്റ്റിച്ചുകളൊക്കെ തയ്ക്കണമെന്ന് വെച്ചു, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതിൻ്റെ അകത്തോട്ട് ഒന്ന് തയ്ച്ച് കാണിക്കുകയാണ്. ഇതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, സൂചിയെ ചുറ്റിയെടുക്കുക നൂല്. അതിനുശേഷം ഇതുപോലെ ഈ ചെയിനിൻ്റെ തുളയിൽ കൂടെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ നൂല് വലിച്ചെടുക്കുമ്പോൾ 2 എണ്ണം മാത്രമേ നമ്മൾ കോർത്തെടുക്കാവുള്ളൂ. 2 എണ്ണം മാത്രമേ നമ്മൾ കോർത്തെടുക്കുക. 2 എണ്ണം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത നൂല് വലിക്കുമ്പോഴാണ് അടുത്ത 2 എണ്ണം നമ്മൾ കോർത്തെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിന് കണ്ടോ ഒരു നല്ലൊരു വേറൊരു ഭംഗിയും അതുപോലെ തന്നെ ആ സ്റ്റിച്ചിൻ്റെ പൊക്കവും നല്ലതായിട്ട് നമുക്ക് കൂട്ടി കിട്ടും. ഇപ്പോൾ ചില സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടാവാറില്ലേ, ഇത്രയൊക്കെ ഞാൻ തയ്ച്ചെത്തിക്കണമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചില സ്റ്റിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡബിൾ ക്രോഷ്യ പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കുറേ പൊക്കം കിട്ടും സ്റ്റിച്ചിന്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മടിയൊക്കെ മാറി കിട്ടും, കുറേ സ്റ്റിച്ചുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ സിംഗിൾ ക്രോഷ്യ ചെയ്യുവാണെങ്കിൽ എന്താ, കുറേശ്ശെ ചെറിയ ചെറിയ ഹൈറ്റുള്ള സ്റ്റിച്ചുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല പൊക്കമുള്ള സ്റ്റിച്ചുകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2-3 എണ്ണം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇനിയും ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലാണ്. നമ്മൾ യാൺ ഓവർ ചെയ്തു, 2 എണ്ണം വലിച്ചെടുത്തു, രണ്ടാമത് നൂല് വലിച്ചെടുത്തപ്പം 2 എണ്ണം നമ്മൾ കോർത്തെടുത്തു. കണ്ടോ, ഈ സ്റ്റിച്ച് ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് വരുന്നില്ലേ. സാധാരണ ഇപ്പം ക്രോഷ്യൊക്കെ ചെയ്യും, നമുക്കിനി മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്യാം. ഒരു പേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തയ്ക്കാൻ പഠിക്കാം. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ക്രോഷ്യ ചെയ്യുന്ന ഒരാളെങ്കിൽ
ഉറപ്പായിട്ടും ഈ കയ്യിലൊക്കെ ഒരു വഴക്കമുണ്ടല്ലോ, കുറച്ച് നേരം വലിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈക്കുഴയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ആദ്യം അതൊന്ന് അഡ്ജസ്റ്റ് വരാനായിട്ട്. പക്ഷേ കുറച്ച് നാളങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആദ്യം ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറേ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഭാഗത്ത് എങ്ങനെ കോർത്തെടുക്കണമെന്നോ എങ്ങനെയാണ് സൂചി വലിക്കേണ്ടെന്നോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അതോടെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നോക്കി, ഞാൻ ഏകദേശം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ഇരിക്കുന്നതെന്ന്. സ്റ്റിച്ച് ഇതിപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒന്നുകൂടി നല്ല രസമായിട്ടിരിക്കുന്നത്. ചെറിയ നൂലിന് ഇത്രയും കൂടെ പൊക്കം കുറവായിരിക്കും കേട്ടോ. പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന വർക്കുകളൊക്കെ നല്ലതായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെയിൻ മുന്നോട്ടിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. എങ്ങനെ വരുമെന്ന് അറിയണമല്ലോ നമ്മൾ. കാരണം ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിന് ഇത്രയും നീളം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഡബിൾ ക്രോഷ്യ ചെയ്ത ഡബിൾ ക്രോഷ്യന് DC എന്നൊക്കെ പറയും കേട്ടോ. DC ചെയ്തതിൻ്റെ അതേ മോളിൽ കൂടെ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷ്യയ്ക്ക് പൊതുവെ ഉപയോഗിക്കുന്നതാണ് SC എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ DCയും SCയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ തയ്ച്ച് പോകാമെന്ന് ഓർത്താണ്. അവിടെ എത്തുമ്പോൾ ആ തുമ്പ് വരെ തയ്ച്ചെത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഇപ്പോൾ കണ്ടോ, ഞാനത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് മൊത്തം എന്ത് വ്യത്യാസമാണെന്ന് നോക്കിയേ. ഡബിൾ ക്രോഷ്യ വളരെ ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യ ഭയങ്കര ചെറുതായിട്ടുള്ളതും. പക്ഷെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയൊക്കെ ഒരുമിച്ച് തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.